എന്താ വർക്കിച്ച, വളരെ സീരിയസ് ആയിട്ടാണല്ലോ പുസ്തകങ്ങൾ വായിക്കുന്നത്. താൻ വല്ല ഇന്റർവ്യൂവിന് പോകുന്നുണ്ടോ? ഇന്റർവ്യൂവിന് പോകാനൊന്നുമല്ല. പിന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുന്നത് എന്തിനാ? അതോ പ്രാർത്ഥനയിൽ പറ്റിയുള്ള നിർവചനങ്ങൾ നോക്കുകയാ. അത് കൊള്ളാമല്ലോ. എന്നിട്ട് കിട്ടിയോ? കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്തു പറയുക, ആകെ കൺഫ്യൂഷനായി. കൺഫ്യൂഷനോ? പ്രാർത്ഥനയെ കുറിച്ച് പലരും പല പല അഭിപ്രായങ്ങളാണല്ലോ നൽകിയിരിക്കുന്നത്. ഓ, ഇതാണോ കാര്യം? തല പൊകേണ്ട കാര്യമില്ല, ഇത് വളരെ സിമ്പിളാണ്. സിമ്പിളോ? അതേന്നേ, യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥനയെന്ന് ബൈബിളിലുണ്ട്. ബൈബിളിലോ? കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലുണ്ടല്ലോ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഉണ്ടെന്നോ? അതെങ്ങനെയാ? അതൊരു പ്രാർത്ഥനയല്ലേ? അത് വെറുമൊരു പ്രാർത്ഥനയല്ല. ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ ഒരു പ്രാർത്ഥനയും, അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന സത്യം കൂടിയാണ് ഈശോ പഠിപ്പിച്ചത്. ഒന്ന് തെളിച്ചു പറ എന്റെ തോമാച്ച, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കെന്നല്ല, പലർക്കും ആ സത്യം അറിയില്ല. അതുകൊണ്ടാണ് പലരും പല പല നിർവചനങ്ങൾ പറയുന്നത്. നീ ഒന്ന് തെളിച്ചു പറ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒന്ന് അവലോകനം ചെയ്താൽ മതി, പ്രാർത്ഥന എന്താണ് എന്ന് അറിയാൻ. അതായത് ആ പ്രാർത്ഥനയിൽ 2 ഭാഗങ്ങളല്ലേ ഉള്ളത്? അതെ. ആദ്യത്തെ ഭാഗം സർവശക്തനായ ദൈവത്തിന്റെ മഹത്വവും മഹിമയും തിരുഹിതവുമായി ബന്ധപ്പെട്ടതും, 2ാം ഭാഗം നമ്മുടെ അനുദിന ഭൗതിക ആത്മീയ ജീവിത വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതം വഴി ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതം അനുസരിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള സംഭാഷണം എന്നൊക്കെ പറയുന്നത് ഈ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ്. ഓ, അത് ശരി. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവഹിതം ആഗ്രഹിക്കുന്നതും ദൈവകൃപയിൽ ആശ്രയിക്കുന്നതുമായ എന്തും പ്രാർത്ഥനയാണ് എന്നർത്ഥം അല്ലേ? അതെ. നിന്റെ പ്രവർത്തികളും വാക്കുകളും വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവഹിതത്തിനു വഴിമാറി ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ പ്രവണതയാണ് യഥാർത്ഥ പ്രാർത്ഥന. ഈ വിധം നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ദൈവവുമായി കൂടുതൽ അടുപ്പം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് പ്രാർത്ഥനയല്ല, മറിച്ച് പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുറെ ജപങ്ങൾ ചൊല്ലി തീർക്കുന്നതല്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതം ആഗ്രഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന.